മുമ്പിൽ കണ്ട് എത്തിയിരിക്കുന്ന അനേക കുടുംബങ്ങളിൽ കർത്താവിന്റെ കരം ഇറങ്ങുന്നു. ഐക്യതയുടെ കരം പൊട്ടി പുറപ്പെടുന്ന നീരുറവ, പൊട്ടി പുറപ്പെടുന്ന നീരുറവ, പൊട്ടി പുറപ്പെടുന്ന നീരുറവ. ഇഷ്ടം പോലെ പരീക്ഷകൾ എഴുതി, നോ ഹോപ്പ്, നോ ഹോപ്പ്. ഇത്തരം പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വെളിയിലേക്ക് പോകുവാൻ വിസ അന്വേഷിച്ച് നടന്ന് നോ ഹോപ്പ്. ഇതാ പ്രത്യാശ നഷ്ടപ്പെട്ട മരുഭൂമിയിലെ നീരുറവ തിറക്കുന്ന രാജാവ്, തിറക്കുന്നവൻ, തിറക്കുന്നവൻ. വിവാഹ തടസ്സം നീരുറവ തിറക്കുന്ന കർത്താവ്. തടസ്സം മാറുന്നടാ, തടസ്സം മാറുന്നടാ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഭവനത്തെ ചുറ്റും വിഷജന്തുക്കൾ, മാന്ത്രികം, ശത്രുക്കൾ. മരുഭൂമിയിലെ നീരുറവ തുറന്നവൻ നിന്റെ ഭവനത്തെ ചുറ്റും ഉയർത്തപ്പെട്ട മാന്ത്രിക മതിൽ ഇടിക്കുന്ന കർത്താവ്, ഇടിക്കുന്ന കർത്താവ്. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില് പുതിയ ആണ്ടിലെ പുതിയ നീരുറവ, പുതിയ ആണ്ടിലെ പുതിയ നീരുറവ. അഗ്നി, അഗ്നി, അഗ്നി. അറിയപ്പെടാത്ത ദേവൻ ഏതേൻസ് പട്ടണത്തിലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. അറിയപ്പെടാത്ത നീരുറവ. മൂന്നാമത് പുറപ്പാട് പുസ്തകം 15:25. മോശെ യഹോവയോട് അപേക്ഷിച്ച് യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ച് അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്ന്. അറിയപ്പെടാത്ത ഒരു മരം. ഹല്ലേലൂയ. കയ്പ് മാറ്റുവാൻ അറിയപ്പെടാത്ത ഒരു മരം. ഏദെൻസിലെ അറിയപ്പെടാത്ത ഒരു ദൈവം. ബൈബിൾ നമ്മ രണ്ടാമത് പഠിപ്പിച്ചത് അറിയപ്പെടാത്ത ഒരു നീരുറവ. മരുഭൂമിയിലെ നമ്മുടെ കയ്പ് മാറ്റുവാൻ, നമ്മുടെ കണ്ണുനീർ മാറ്റുവാൻ, നമ്മുടെ ഹോപ്പ്ലെസ് അവസ്ഥയിൽ പ്രത്യാശ ഉളവാക്കുവാൻ ഇനി നാം ധ്യാനിക്കുവാൻ പോകുന്നത് ജീവിതത്തിലെ കയ്പ് മാറ്റുന്ന അറിയപ്പെടാത്ത വൃക്ഷം. ചെങ്കടൽ കടന്ന ജനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മരുഭൂമിയിൽ അലഞ്ഞ് ലഭിച്ച വെള്ളമും കയ്പായിരുന്നു. ജനം ബഹളം കൂട്ടി. They came and complained to prophet Moses. Moses had found no other go. പ്രവാചകൻ മോശയ്ക്ക് വേറെ ഒരു മാർഗവുമല്ല. അവൻ ദൈവസന്നിധിയിൽ വന്ന് സാഷ്ടാംഗം വീണ് യഹോവയോട് നിലവിളിച്ച്, മാസ്റ്റർ, what should I do? They are complaining. What should I do? Lord Jehovah in heaven pointed out one particular tree, cut it and put in the water. ഈ വൃക്ഷം വെള്ളത്തിലിടുക, കയ്പായ വെള്ളം മധുരമായി തീരും. ഇതാണ് ചരിത്രം. മോശെ അതുപോലെ അനുഭവിച്ച് പ്രാർത്ഥന കൂട്ടത്തിൽ എത്തിയിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, കയ്പുമായി എത്തിയിരിക്കുന്നുവോ? കയ്പുമായി എത്തിയിരിക്കുന്നുവോ? മധുരമാക്കുന്ന ഒരുവൻ നിന്റെ ഇടയിൽ ഉണ്ട്, ഉണ്ട്. ഞാൻ ഈ കയ്പ് ചുമന്നവനാണ്, ഞാൻ ഈ കയ്പ് ചുമന്നവനാണ്. മാലടൻ എന്നുള്ള കയ്പ് ഒരു നാൾ യേശു എന്റെ കൂടാരത്തിൽ വന്ന് എന്റെ കയ്പ് മാറ്റി, എന്റെ കയ്പ് മാറ്റി. എനിക്കൊരു അഭിഷേക് സുന്ദർ സിംഗിനെ ദൈവം തന്ന്. ആ കയ്പ് മാറ്റുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരാൻ പോകുന്നു. നീ അറിയാത്ത ഒരുത്തൻ, അറിയാത്ത ദേവൻ, അറിയാത്ത നീരുറവ, അറിയാത്ത വൃക്ഷം കയ്പേറിയ വെള്ളത്തിൽ വീണപ്പോൾ വെള്ളം മധുരമായി തീർന്ന്. ആദ്യ കയ്പ്. സദൃശവാക്യം 14:10 വചനത്തിലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഹൃദയത്തിന്റെ ദുഃഖം, ഹൃദയത്തിന്റെ സ്വന്തം ദുഃഖം ഹൃദയം അറിയുന്നു. Heart knows its
bitterness. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. Heart knows its bitterness. Heart knows its bitterness. ഒരാളുടെ ഹൃദയം സ്വന്തം കയ്പ് അറിയുന്നു. മറ്റൊരോട് അറിയിക്കാൻ പറ്റാതെ, മനുഷ്യരോട് അറിയിക്കാൻ പറ്റാതെ, പാതിരിയോട് അറിയിക്കാൻ പറ്റാതെ, മന്ത്രിയോട് അറിയിക്കാൻ പറ്റാതെ, പ്രാർത്ഥനക്കാരനോട് പോലും അറിയിക്കാൻ പറ്റാതെ, ഭർത്താവിനോട് അറിയിക്കാൻ പറ്റാതെ, സ്വന്തം ഭാര്യയോട് അറിയിക്കാൻ പറ്റാതെ, മക്കളോട് അറിയിക്കാൻ പറ്റാതെ, ദൈവത്തോട് മാത്രമേ അറിയിക്കുവാൻ പറ്റുന്ന ചില കയ്പുമായി സഹോദരി സഹോദര നിന്റെ ഉള്ളിൽ ചുമന്ന് ദൈവസന്നിൽ ഏറ്റിരിക്കുന്നുവോ, ആ കയ്പ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം അറിയുന്നു. പകരുക, 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 യേശുവോട് പകരുക. രണ്ടാമത്തെ കയ്പ് ഷഡിശവാക്യം 5:4 sin it is bitter. sin it is bitter. കള്ള് മധുരമല്ല കയ്പാണ്. കഞ്ചാവ് മധുരമല്ല കയ്പാണ്. കൈക്കൂലി മധുരമല്ല കയ്പാണ്. വേശിധനം മധുരമല്ല കയ്പാണ്. പാപം ഒരു കയ്പ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപം ചെയ്യരുതേ, പാപം വിട്ട് ഓടുവിൻ, പാപത്തോട് പൊരുതുവിൻ, പാപത്തെ വിടുവിൻ, പാപത്തെ വെറുത്ത് തള്ളുവിൻ. എബ്രായർ 12:1 പ്രകാരം, എബ്രായർ 12:2 പ്രകാരം, എബ്രായർ 12:4 പ്രകാരം, സങ്കീർത്തനം 4:4 പ്രകാരം, ഷഡിശവാക്യം 8:13 പ്രകാരം പാപം ചെയ്താലോ ഐസയാ 59:2 നമ്മെ പഠിപ്പിക്കുന്നു, മൈ ബ്രദർ യുവർ കോണ്ടാക്ട് വിത്ത് ഗാഡ് ഷാൽ ബി കട്ട് ഓഫ്. നീ പാപം ചെയ്താലോ വിശുദ്ധനായ ദൈവത്തോടുള്ള ബന്ധം പൊട്ടിപ്പോകും. ആകയാൽ പാപം ചെയ്യരുതേ. ആദ്യം കള്ള് കുടിക്കുന്നത് രുചി ഉള്ളത് പോലെ തോന്നും. ആദ്യം കഞ്ചാവ് വലിക്കുന്നത് രുചി ഉള്ളത് പോലെ തോന്നും. അവസാനം അത് കയ്പാണ്. നീ വിടുതൽ പ്രാപിപ്പാൻ നീ ആഗ്രഹിച്ചാലും അത് നിന്നെ വിടുകയില്ല. അതാണ് കിങ് സോളമൻ എഴുതുന്ന 5:22 സദൃശവാക്യം. പാപം ഒരു കയറാണ്, അത് നിന്നെ പിടിച്ചടക്കും, പിടിച്ചടക്കും. എസെക്കിയേൽ 18 അധ്യായം 4 വചനത്തില്, എസെക്കിയേൽ 18 അധ്യായം 19 വചനത്തില്, എസെക്കിയേൽ 18 അധ്യായം 20 വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപം ചെയ്യുന്ന ആളിന്റെ ദേഹി ചത്തുപോകും. ആകയാൽ പാപം ചെയ്യരുതേ. പാപം ഒരു കയ്പാണ്. ഐസയാ 38:17 കിങ് ഹെസക്കിയ നിലവിളിക്കുന്നു, ഓ ഐ വെയിറ്റഡ് ഫോർ പീസ് ബട്ട് ബിറ്റർനെസ് കേം അൺടു മീ. ഓ ഐ വെയിറ്റഡ് ഫോർ പീസ്. King cried unto God, but bitterness came unto me. ഞാനോ സമാധാനത്തിനായി കാത്തിരുന്ന് വന്നോടോ കയ്പ്. അതിന്റെ അർത്ഥം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, രോഗം ഒരു കയ്പാണ്. രോഗം ഒരു കയ്പാണ്. രോഗം ഒരു കയ്പാണ്. ദൈവാത്മാവ് ക്ലിയറായി ഇടപെടുന്നു. ക്ലിനിക്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാൻ കൊടുത്തിട്ട് വന്ന ചിലർ ഉണ്ട്. റിസൾട്ടിന് വേണ്ടി മരണഭയത്തോട് കാത്തിരിക്കുന്നു. അങ്ങനെയുള്ളവർ കരം ഉയർത്തുക. കർത്താവിന്റെ കരം ആ റിപ്പോർട്ട് തൊടുന്നു. ഇപ്പോൾ റിപ്പോർട്ട് തൊടുന്ന് നിങ്ങളുടെ ബ്ലഡ് നോർമലാകുന്നു, നിങ്ങളുടെ യൂറിനൽ നോർമലാകുന്നു, നിങ്ങളുടെ ശരീരത്തിന്റെ കൊഴുപ്പ് നോർമലാകുന്നു, നിങ്ങളുടെ ഷുഗർ നോർമലാകുന്നു. രോഗം ഒരു കയ്പ്. രോഗം ഒരു കയ്പ്. കട്ടികൾ മാറുന്നു യേശുവിൻ നാമത്തിൽ. മുളകൾ മാറുന്നു യേശുവിൻ നാമത്തിൽ. മരണനാളിക എണ്ണി ഭവനത്തിൽ ആസ്പത്രിയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കിടക്കുന്ന രോഗികളിൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ. ആറാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 1 ശമൂവേൽ 15:32 മരണം ഒരു കയ്പ്.
പാപം ഒരു കയ്പ്, രോഗം ഒരു കയ്പ്, ഹൃദയം ദൈവത്താൽ മാത്രമേ അറിഞ്ഞ് പരിഹാര നിവൃത്തിയാക്കുന്ന ചില കയ്പിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആറാമത്തെ അവസ്ഥ ശാമൂവേൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മരണം ഒരു കയ്പ്. ഈ മരണം മാത്രം ഒരു മനുഷ്യൻ എത്ര വലിയ ഗേമനായാലും അവന്റെ പരിധിയിലില്ല. ആ പരിധി എന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രം മരണത്തെ ജയിച്ചവൻ. മരണത്തെ ജയിച്ചവൻ. Go and around and find out every man's tomb. The only tomb which is open is my father's tomb. It is open. നിങ്ങൾ എല്ലായിടവും ചെന്ന് കല്ലറകൾ പരിശോധിച്ച് നോക്കുക. തുറന്ന് കിടക്കുന്ന ഏക കല്ലറ യേശുവിന്റെ കല്ലറ മാത്രം. മരണത്തിന് ഇവനെ പൂട്ടിവെക്കുവാൻ കഴിഞ്ഞില്ല. മരിച്ചിട്ട് ഉയർത്തവൻ ഇവൻ. മരിച്ചിട്ട് ഉയർത്തവൻ ഇവൻ. മരണത്തിന്റെ കയ്പ് മാറ്റുന്നവൻ ഇവൻ. മനുഷ്യർക്ക് മരണം ഒരു ഭീതിയാണ്. എബ്രായർ 2:15 പ്രകാരം സർവ മനുഷ്യർക്കും മരണം ഒരു ഭീതിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവനോ മരണം ഒരു ഉറക്കമാണ്. ദാനിയേൽ പുസ്തകം 12 അധ്യായം 2 വചനത്തിലെ, യോഹന്നാൻ സുവിശേഷം 5 അധ്യായം 29 വചനത്തിലെ, 1 തെസ്സലോനിക്കർ 4:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മരിച്ചവർ എല്ലാവരും ഒരു നാൾ ഉയർക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ഉയർക്കും. നിത്യ ജീവന് വേണ്ടി ഉയർക്കും. പിന്നെ അവന് മരണമില്ല. ഞാൻ ആവർത്തിക്കുന്നു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദാനിയേൽ 12:2, യോഹന്നാൻ 5:29, 1 തെസ്സലോനിക്കർ 4:16 ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ഉയർക്കും. ക്രിസ്തുവിൽ നീ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ മരിക്കണം. ക്രിസ്തുവിൽ നീ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജനിക്കണം. ക്രിസ്തുവിൽ നീ ജനിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ രൂപാന്തരപ്പെടണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിച്ചവൻ ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവൻ മാത്രമേ ക്രിസ്തുവിൽ ഉയർക്കുന്നു. ആകയാൽ ക്രിസ്തുവിൽ കൂടി മാത്രം മരണഭയം മാറിപ്പോകും. മരണം ഒരു കയ്പാണ്. അവസാനം വാക്യം 17 അധ്യായം 25 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മൂഢനായ മകൻ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അപ്പന് വിസനം, തന്നെ പ്രസവിച്ചവൾക്കോ മൂഢനായ മകൻ. കയ്പ്, കയ്പ്, മക്കളില്ലായ്മ കയ്പ്. പറഞ്ഞാൽ അനുസരിക്കാത്ത തലമുറ അപ്പനും അമ്മയ്ക്കും കയ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് മാത്രമേ പറഞ്ഞയക്കാൻ പറ്റുന്ന ചില കയ്പ്. പാപം ഒരു കയ്പ്, രോഗം ഒരു കയ്പ്, മരണം ഒരു കയ്പ്. പറഞ്ഞാൽ അനുസരിക്കാത്ത തലമുറ കയ്പ്. കണ്ണുകൾ അടയ്ക്കുമോ? ഈ കയ്പ് മധുരമാക്കുന്ന ദൈവം നീ അറിയാത്ത ഒരുത്തൻ നിന്റെ ഇടയിലുണ്ട്. ഇടയിലുണ്ട്. 2 കൈകൾ ഉയർത്തി പൊട്ടിക്കരയുമോ? പൊട്ടിക്കരയുമോ? കയ്പ് മധുരമാക്കുന്നവൻ, കയ്പ് മധുരമാക്കുന്നവൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളിക്കുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കയ്പ് മധുരമാകട്ടെ, കയ്പ് മധുരമാകട്ടെ. അങ്ങയുടെ മക്കൾ ചുമന്നു വന്ന കയ്പ് മധുരമാകട്ടെ. അറിയപ്പെടാത്ത വൃക്ഷം, കയ്പ് മധുരമാക്കുന്ന വൃക്ഷം. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ
அல்லல் தீர்க்க என்னும் ஒன்று சேர்த்திடும் என்னே. ஏய் நல்லவனே வல்லவனே பொன்னு காண்டனே, அல்லல் தீர்க்காம் என்னும் ஒன்று சேர்த்திடும் என்னே. துல்லியமில்ல மோடத்தோடு வீணகளெண்டே, துல்லியமில்ல மோடத்தோடு வீணகளெண்டே. அல்லேலூயா கானம் பாடி வாணிடுவானா, அல்லேலூயா கானம் பாடி வாணிடுவானா. அஞ்ஞாட தேவன் ஏதேன்ஸ் நிவாசிகள் எல்லாற்றிலும் ஆதி பக்தன்மார், அவர்க்கும் அறியாட்ட ஒரு தேவன். பவுலோஸ் எழுதுன்னு அவனை எனக்கறியா. ஐ நோ ஹிம், ஐ நோ ஹிம். அறியப்படாட்ட தேவன், அறியப்படாட்ட நீருறவா, நின்ற சர்வ கைப்பினையும் மதுரமாக்குன அறியப்படாட்ட ஒரு மரம். அவசானம் உற்பத்தி 22:13. ஆபிரகாம் தலை பொக்கி நோக்கியപ്പോൾ பின்புறத்து ஒரு ஆட்டின் குற்றம், അതിന്റെ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് അവൻ കണ്ട്. ഹല്ലേലൂയ. ആബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം അവൻ അർപ്പിച്ചു. അറിയപ്പെടാത്ത ആട്ടിൻകുട്ടി. ഹല്ലേലൂയ. അൺനോൺ ലവ്. പ്രിയമുള്ളവരെ, கிறிஸ்திய ஜீவிடம் ஒரு களிதமாச அல்ல. 10 பிரசங்கம் கேட்டு 2 கையடியும் அடிச்சிட்டு போகுന്നതല്ല. நிலநிற்பு, நிலநிற்பு. இட் இஸ் நாட் அ ஈஸி திங். நிலநிற்கணும். அவன் கைவிடத்தில்ல. നിന്റെ ബുദ്ധി കൊണ്ട് ഈ വലിയവൻ അളക്കരുത്. ഉണ്ണിയപ്പം പോലെ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ച് വിളക്ക് കത്തിച്ചാൽ ഇറ്റ് ഈസ് സോ ഈസി. വിളക്ക് ദൈവമല്ല, ദൈവമാണ് വെളിച്ചം. തമ്മിൽ വ്യത്യാസമുണ്ട്. വെളിച്ചം ദൈവമല്ല, ദൈവമാണ് വെളിച്ചം. നേരെ ആയിക്കൊള്ളുക. അറിയപ്പെടാത്ത ആട്ടിൻകൊറ്റൻ. ബൈബിളിലെ ചില അടിസ്ഥാന തത്വങ്ങൾ ഉണ്ട്. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യാക്കോബ് 4:7 നീ ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ അവനും നിന്റെ അടുത്ത് വരും. He is not your servant. God is not your servant. He is your master. അവൻ നിന്റെ വേലക്കാരനല്ല. അവൻ അടുത്ത് വരുവാൻ നീ അടുത്ത് വരണം. നീ അടുത്തു വന്നാൽ യേശു അടുത്തു വരും. നീ അകന്നു പോയാൽ നിനക്ക് നാശം. സങ്കീർത്തനം 73:27. ദൈവസന്നിധി വിട്ട് അകന്ന് ജീവിക്കുന്നവൻ നശിക്കും. നോ ഹോപ്പ്. നീ അടുത്തു വന്നാൽ അവനും അടുത്തു വരും. സദൃശവാക്യം 8:17 നീ യേശുവിനെ സ്നേഹിച്ചാൽ യേശു നിന്നെ സ്നേഹിക്കും. 1 സാമുവേൽ 2:30 നീ യേശുവിനെ മാനിച്ചാൽ യേശു നിന്നെ മാനിക്കും. ആവർത്തനം 4:29 നീ അവനെ അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും. 2 ദിനവൃത്താന്തം 7:14 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നീ താഴ്ത്തിയാൽ നിനക്ക് സൗഖ്യമുണ്ടാകും. ആമേൻ. ലൂക്കോസ് 11:9 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നീ യാചിച്ചാൽ നിനക്ക് കിട്ടും. ഇതാണ് ബേസിക് തത്വം. നീ അനുഗ്രഹിക്കപ്പെടുവാൻ. ആകയാൽ നീ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് അറിയുവാൻ ശോധനകൾ വരും. പുയല് പോലെ, പെരുങ്കാറ്റു പോലെ ശോധനകൾ ആഞ്ഞടിക്കും.
നീ പതറിപ്പോകരുത്, പതറിപ്പോകരുത്. ആബ്രഹാമിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച ശോധനയുടെ കൊടുങ്കാറ്റ് ഭയങ്കരമാണ്. വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് സ്വർഗത്തിൽ ദൈവം ആബ്രഹാമിന്റെ ജീവിതത്തിൽ ശോധന അയക്കുന്നു. 100-ാം വയസ്സിൽ അനുഗ്രഹിക്കപ്പെട്ട ആബ്രഹാമോട് ഉൽപ്പത്തി 22 ആദ്യ വരികൾ മുതൽ നാം വായിച്ചു നോക്കിയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ആബ്രഹാമോട് സംസാരിക്കുന്നു. നിന്റെ ഏകജാതൻ ഇസഹാക്കിന് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിൽ കൊണ്ടുപോയി മോറിയ പർവ്വതത്തിൽ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിൽ ഹോമയാഗം അർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് നോട്ട് എ ഈസി തിങ്. അവന് കിട്ടിയ തലമുറ 100-ാം വയസ്സിലാണ്. ഇത് പോയാൽ വേറൊന്ന് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എങ്കിലും അതുപോലെ ആബ്രഹാം അനുസരിക്കുന്നു. ചാഞ്ഞാടിയില്ല, മൂടൗട്ടായില്ല, മുഖം കറുത്തില്ല, ദൈവഭക്തൻ പിറുപിറുത്തില്ല. ദൈവ കൽപ്പന കേട്ട ഉടനെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ അനുസരിക്കും, ഞാൻ അനുസരിക്കും. കൽപ്പിച്ചത് ദൈവമാണ്, ഞാൻ അനുസരിക്കും. കൽപ്പിച്ചത് എന്റെ ദൈവമാണ്. അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെയും കൂട്ടി നടന്ന് പോകുന്ന വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ബാല്യക്കാരെയും കഴുതയും ഒരു പോയിന്റിൽ നിർത്തി ഇപ്പോൾ മിച്ചമുള്ളത് യാഗം അർപ്പിക്കുന്ന ആബ്രഹാം, യാഗവസ്തുവായ ഇസഹാക്ക്. കേട്ടുകൊള്ളുക, ഇത് പ്രസംഗം കൊളുക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇറ്റ് ഈസ് റിയൽ, ഇറ്റ് ഈസ് റിയൽ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് റിയൽ. നീ വിശ്വാസത്തിൽ എങ്ങനെ അറിയാം? പത്രോസ് എന്ന് പേരിട്ട് നടക്കുന്നതല്ല, 10 പള്ളി കയറി ഇറങ്ങുന്നതല്ല. ശോധന കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിക്കുമ്പോൾ നീ ഉറച്ചു നിൽക്കണം, നീ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. യോബുവിന്റെ ജീവിതത്തിൽ 10 മക്കളിൽ 1 മരിച്ചത്, 10 പേരും മരിച്ച്. യോബ് ഉറച്ചു നിന്ന് ദൈവം രട്ടിയായി അനുഗ്രഹിച്ച്. സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ ശോധന അയക്കുന്നത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ ഒന്നുകൂടെ പണിയുവാൻ വേണ്ടിയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 22:5 തന്റെ ഏകജാതന് ഹോമയാഗം അർപ്പിക്കുവാൻ കൊണ്ടുപോകുന്ന ആബ്രഹാം പറയുന്ന വാക്കുകൾ, ഞാനും എന്റെ മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് കൈകളെ ഉയർത്തി കൈകളെ തട്ടുമോ? തന്റെ മകനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നവൻ, തന്റെ മകനെ ഹോമയാഗം അർപ്പിക്കുവാൻ കൊണ്ടുപോകുന്ന ആബ്രഹാം ഉച്ചരിക്കുന്ന വാക്കുകൾ, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ആരാധിച്ചിട്ട് അവൻ പറയുന്നു, ഞങ്ങൾ 2 പേരും മടങ്ങി വരും. தமிழ் வேதாகமம் அழகாக சொல்லுகிறது, நானும் பிள்ளையாண்டானும் அவ்விடம் வரைக்கும் சென்று தேவனை தொழுது கொண்டு மகனை கொல்ல கொண்டு போகிற ஆபிரகாம் சொல்லுகிறார், தேவனை தொழுது கொண்டு திரும்பி வருவேன் என்றல்ல, திரும்பி வருவோம். 2 பேரும் வருவோம், 2 பேரும் வருவோம். நானும் வரும், என்ற மகனும் ஜீவனோடு வரும். நான் யாகம் அர்ப்பிச்சால் 100ஆம் வயசு என்ற கிழட்டு பிராயத்தில் நாடி நரம்புகள் செத்ததிന് ശേഷം എനിക്കൊരു ആൺകുട്ടിയെ തന്ന് മനുഷ്യർ മുമ്പേ എന്നെ മാനിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരത്തിൽ ശക്തി ഉണ്ടെങ്കിൽ അവനെ മാനിക്കുവാൻ എന്റെ മകനെ യാഗമർപ്പിച്ചാലും സ്വർഗത്തിൽ ദൈവം കടന്നു വന്ന് അവന് ജീവൻ നൽകും. 2 പേരും മടങ്ങി വരും. അതിരാവിലെ എഴുന്നേറ്റ് ആരാധിക്കാൻ പോകുന്നെന്ന് സാക്ഷി പറഞ്ഞ് 2 പേരും വരുമെന്ന് ഉറപ്പോട് പറഞ്ഞ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യാഗം അർപ്പിക്കുവാൻ ഒരുക്കിയ വിറകിന്റെ കട്ടെടുത്ത് തന്റെ ഏകജാതന്റെ ചുമലിൽ വച്ച് 6ആം വചനം നമ്മെ പഠിപ്പിക്കുന്നു. They both went together. They both went together. 2 പേരും ഒരുമിച്ച് നടന്ന്
100-ാം വയസ്സിൽ കിട്ടിയ തന്റെ മകൻ യാഗമർപ്പിക്കേണ്ട ഈ ആബ്രഹാം, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് നടന്ന് മകനെ കെട്ടി പോകുമ്പോൾ മകൻ ചോദിക്കും, യാഗവസ്തു എവിടെ? ദൈവം നോക്കിക്കൊള്ളും. ഓരോ സ്റ്റെപ്പും ദൈവത്തിൽ ആശ്രയിച്ചുള്ള സ്റ്റെപ്പാണ്. മകനെ കെട്ടി വിറകിൽ കിടത്തി കത്തി ഓങ്ങിയപ്പോൾ ദൈവ ശബ്ദം. അവൻ കണ്ടത് ഒരു ആട്ടുകുട്ടി. ദൈവം അവന് കരുതിയ ആട്ടുകുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയപ്പെടാത്ത ഒരു ആട്ടുകുട്ടി, ആരും അറിയപ്പെടാത്ത ഒരു ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടി ഇത് എവിടെ നിന്ന് വന്ന ആട്ടുകുട്ടി? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിലെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി, ഭാരതദേശമേ നിനക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ മുൻ നിയമിക്കപ്പെട്ട ഒരു കുഞ്ഞാട് യേശു. ആ കുഞ്ഞാടിന്റെ നിഴലാണ് ഈ ആട്ടുകുട്ടി. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, യോഹന്നാൻ 1:29 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്ന് തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ക്രിസ്തു യേശു. പകരക്കാരൻ, പകരക്കാരൻ. കള്ളുകുടിയാ നിന്റെ പകരക്കാരൻ. MLA നിന്റെ പകരക്കാരൻ. മിസ്റ്റർ CM PM പ്രസിഡന്റ് നിന്റെ പകരക്കാരൻ. നിന്റെ ഓരോരുത്തരുടെയും പകരക്കാരൻ. 130 കോടി ഭാരത ജനതയുടെ പകരക്കാരൻ യേശു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, മോചനത്തിനായി രക്തം ചൊരിയപ്പെടണം. എബ്രായർക്കെഴുതിയ ലേഖനം 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല. പാപമോചനത്തിനായി രക്തം ചൊരിയുവാൻ പകരക്കാരനായി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു കുഞ്ഞാട്. രക്തം ചൊരിഞ്ഞാലേ പാപമോചനം. തലമുട്ടയടിച്ചാൽ പാപം മോചിക്കപ്പെടുകയില്ല. താടി വളർത്തിയാൽ പാപം മോചിക്കപ്പെടുകയില്ല. വസ്ത്രത്തിന്റെ കളർ ചുവപ്പ്, മഞ്ഞ, നീലം, കറുപ്പ് എന്തൊരു തിനുസ് മാറ്റി ഉടുത്തിയാൽ മനുഷ്യ നിന്റെ പാപം മോചിക്കപ്പെടുകയില്ല. മതം മാറിയാൽ നിന്റെ പാപം മോചിക്കപ്പെടുകയില്ല. പേരിൽ 2 അക്ഷരം കൂട്ടിച്ചേർത്താൽ നിന്റെ പാപം മോചിക്കപ്പെടുകയില്ല. നാടും വീടും വിട്ട് താമസിച്ചാൽ പാപം മോചിക്കപ്പെടുകയില്ല. പാപം മോചിക്കപ്പെടണമോ? രക്തം ചൊരിയപ്പെടണം. ആരുടെ രക്തം? മൃഗത്തിന്റെ രക്തമാണോ? മനുഷ്യന്റെ രക്തമാണോ? ദൈവത്തിന്റെ രക്തമാണോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, എബ്രായർ 10:5 ഒരു മനുഷ്യന്റെ പാപം മൃഗത്തിന്റെ രക്തത്താൽ മോചിക്കപ്പെടുകയില്ല. കാരണം ഐസയ 1:11 അവസാന ലൈനിൽ ദൈവം അരുളി ചെയ്യുന്നു, മൃഗത്തിന്റെ രക്തത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലല്ലോ. ആകയാൽ ഈ ചിത്താന്തം, പഴയ ചിത്താന്തം, കോഴിയുടെ കഴുത്ത് മുറിച്ചാൽ മനുഷ്യന്റെ പാപം പോകുമെന്നുള്ള ചിത്താന്തം, കാളക്കുട്ടിയുടെ രക്തം ചൊരിഞ്ഞാൽ പാപം പോകുമെന്നുള്ള പഴയ ചിത്താന്തം ദൈവം അടച്ചുകളഞ്ഞ് അടിയിനി വില പോവുകയില്ല. രണ്ടാമത്തെ മാർഗമോ മനുഷ്യന്റെ രക്തം. വേറൊരു മനുഷ്യനെ പാപം മോചിക്കുമോ? ബൈബിൾ വളരെ ക്ലിയർ ആണ്. 1 രാജാക്കന്മാർ 8:46 സഭാപ്രസംഗി 7:20 സഭാപ്രസംഗി 7:29 യോബിൻ പുസ്തകം 9:20-29 സങ്കീർത്തനം 51 റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ ഐസയ 64:6 സദൃശവാക്യം 20:9 ബൈബിൾ ക്ലിയർ ആണ്. ഭൂമിയിൽ പാപം ചെയ്യാത്ത മനുഷ്യൻ ഒരുവനും ഇല്ലല്ലോ. ഞാൻ ആവർത്തിക്കുന്ന, ശ്രദ്ധിക്കുക, ഭൂമിയിൽ പാപം ചെയ്യാത്ത മനുഷ്യൻ ഒരുവനും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പുണ്യവാളന്മാർ? പിന്നെ എങ്ങനെ ആൾ ദൈവങ്ങൾ? എല്ലാവരും പാപം ചെയ്ത്, മനുഷ്യർ എല്ലാവരും പാപം ചെയ്തിരിക്കെ ഒരുവന്റെ രക്തം വേറൊരു പാപത്തിൽ നിന്ന് മോചിക്കാൻ കഴിവുള്ളതേ അല്ല.
മൃഗത്തിന്റെ രക്തത്താൽ കഴുകുന്നതല്ല, മനുഷ്യന്റെ രക്തത്താൽ കഴുകുന്നതല്ല. മിച്ചമുള്ളത് ദൈവത്തിന്റെ രക്തമാണ്. ദൈവത്തിന് രക്തമുണ്ടോ? സാക്ഷാൽ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അവൻ ആത്മാവാണ്. യോഹന്നാൻ 4:24 2 കൊരിന്ത്യർ 3:17 Lord, the Bible says, is the Spirit. കർത്താവ് ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവം മതമല്ല, ദൈവം ആന്തരികമല്ല, ദൈവം വിഗ്രഹമല്ല, ദൈവം ആത്മാവാകുന്നു. ആത്മാവിന് നമുക്കറിയാം രക്തമില്ല, ആത്മാവിന് രക്തമില്ല. പക്ഷെ ശട്ടമോ രക്തം ചൊരിഞ്ഞാലേ പാപമോചനം. പ്രിയമുള്ളവരെ, ആകയാൽ ആത്മാവാം ദൈവം രക്തം ചൊരിയുവാൻ വേണ്ടി ദേശമേ കേട്ടുകൊള്ളുക. 2000 ആണ്ടുകൾക്ക് മുമ്പ് എബ്രായർ 10:5 പ്രകാരം, കൊലോസ്യർ 2:9 പ്രകാരം, 1 തിമോഥീസ് 3:16 പ്രകാരം രക്തം ചൊരിഞ്ഞ് നിന്നെയും എന്നെയും മോചിക്കുവാൻ ആത്മാവാം ദൈവം ജഡത്തിൽ വെളിപ്പെട്ട്, അവന്റെ പേരാണ് യേശു ക്രിസ്തു. നീ അറിയാത്ത ഒരുത്തൻ നിന്റെ ഇടയിൽ നിൽപ്പുണ്ട്. പൗലോസ് എഴുതുന്നു, ഞാൻ അറിയാത്തവനല്ല, ഞാൻ അറിഞ്ഞവൻ തന്നെ. I know him, I know him, I know him. അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ 3 കുടിലടിക്കട്ടെ. 1 മോശയ്ക്ക്, 1 എലിജാബിന്, 1 അങ്ങേക്കും. സ്വർഗത്തിലെ നിഴൽ വന്ന് മൂടി മറഞ്ഞ് മോശയെ കണ്ടില്ല, എലിയാബിനെ കണ്ടില്ല. അവിടെ നിന്നത് യേശു മാത്രം. നീ അറിയാത്തവൻ നിന്റെ ഇടയിൽ നിൽപ്പുണ്ട്. പൗലോസ് എഴുതുന്നു, നോ, ഐ നോ ഹിം. അവനെ എനിക്കറിയാം. അവനാണ് ലോക രക്ഷിതാവ് യേശു ക്രിസ്തു. കേട്ടില്ല എന്ന് നീ പറയരുത്. നമുക്ക് എഴുന്നേൽക്കാം. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഐ ആം നോട്ട് ലൈയിങ്. രക്ഷക്കുഴല്, മാന്ത്രിക കുഴല്, വിഗ്രഹം, വിളക്ക്, മന്ത്രവാദം, ജാതകം ചുട്ടരിക്കുക. നോ ഹോപ്പ്, നോ ഹോപ്പ്. ഇവിടെ പിടിച്ചു നിൽക്കാം, വാദിച്ച് പിടിച്ചു നിൽക്കാം. ജീവനുള്ളവൻ ഒരേ ഒരുത്തൻ, ജീവനുള്ളവൻ ഒരേ ഒരുത്തൻ. നീ അറിയാത്ത ഒരുവൻ നിന്റെ അരികിൽ നിൽപ്പുണ്ട്, നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അവനാണ് യേശു. 2 കൈകളും ഉയർത്തുമോ? 2 കൈകളും ഉയർത്തുമോ? കീഴടങ്ങുമോ? കീഴടങ്ങുമോ? യേശുവേ, 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 യേശുവേ. നിലവിളിച്ചാട്ടെ, 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 നിലവിളിച്ചാട്ടെ. ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക. കം ഇൻടു മൈ ഹാർട്ട്. എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ. എല്ലാവരും, 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 എല്ലാവരും നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. യേശു മതി, യേശു മതി, യേശു മതി. കീഴടങ്ങുവേൻ, 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 കീഴടങ്ങുവേൻ. ഹൃദയം തുറപ്പി, വാ തുറന്ന് നിലവിളിപ്പേ. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ. യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ. യേശുവേ. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അടങ്ങി നിൽക്കരുതേ. യേശുവേ. നിലവിളിക്കുക, നിലവിളിക്കുക. ഉറങ്ങി ഉറങ്ങി നിൽക്കരുത്. യേശുവേ, യേശുവേ. തീ കട്ടനിടാ, അഗ്നി കട്ടനിടാ. രക്ഷയുടെ ശക്തി, രക്ഷയുടെ ശക്തി,
രൂപാന്തരം നൽകുന്ന ശക്തി, രൂപാന്തരം നൽകുന്ന ശക്തി, രൂപാന്തരം നൽകുന്ന ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ ആത്മാഭിഷേകം പ്രാപിക്കുക, ആത്മാഭിഷേകം പ്രാപിക്കുക, ആത്മാഭിഷേകം പ്രാപിക്കുക. എല്ലാവരും കൈകൾ ഉയർത്തി കൈകളെ തട്ടി നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. തടസ്സങ്ങൾ മാറുന്നു, തടസ്സങ്ങൾ മാറുന്നു. ഇന്റർവ്യൂവിലെ തടസ്സം, വിവാഹത്തിലെ തടസ്സം, ഭവനം പണിയുവാൻ തടസ്സം, അഡ്മിഷന് തടസ്സം, കുഞ്ഞ് ലഭിക്കാൻ തടസ്സം, ഇന്റർവ്യൂവിൽ ജയിപ്പാൻ തടസ്സം. ഓ തടസ്സം മാറട്ടെ, തടസ്സം മാറട്ടെ, തടസ്സം മാറട്ടെ. ഓ ഓ പ്രാപിച്ചെടുക്കുക, പ്രാപിച്ചെടുക്കുക, അത്ഭുതം പ്രാപിച്ചെടുക്കുക. ടി 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 ടി. കെട്ടുകൾ പൊട്ടുന്നടാ, കെട്ടുകൾ പൊട്ടുന്നടാ, കെട്ടുകൾ പൊട്ടുന്നടാ. നിന്നിൽ അവൻ, നിന്നിൽ അവൻ, നിന്നിൽ അവൻ. സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. All should be anointed today. All should speak in tongues today. നിങ്ങൾ എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. നിങ്ങൾ എല്ലാവരും അന്യഭാഷ സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും കൃപാവരത്തിൽ ജ്വലിക്കണം. വിട്ടു കൊടുക്കരുത്, വിട്ടു കൊടുക്കരുത്, നീ വിട്ടു കൊടുക്കരുത്. ഓ പേ തോറ്റു പോകട്ടെ, സാത്താൻ തോൽക്കട്ടെ. ദൈവജനത്തിന് ജയം, ജയം. വാനത്തിലെ അഗ്നി നിന്റെ മേൽ ഇറങ്ങുന്നടാ, വാനത്തിലെ അഗ്നി നിന്റെ മേൽ ഇറങ്ങുന്നടാ, വാനത്തിലെ അഗ്നി നിന്റെ മേൽ ഇറങ്ങുന്നടാ. ദിവ്യ ശക്തി, അഭിഷേക ഠിയായ്, അഭിഷേക ഠിയായ്, അഭിഷേക ഠിയായ്. കെട്ടുകൾ പൊട്ടുന്നടാ, കെട്ടുകൾ പൊട്ടുന്നടാ, കെട്ടുകൾ പൊട്ടുന്നടാ, കെട്ടുകൾ പൊട്ടുന്നടാ. ആത്മ നിറവ്, ആത്മ നിറവ്, ആത്മ നിറവ്, ആത്മ നിറവ്, ആത്മ നിറവ്. എല്ലാവരും ആരും അലസതയോട് നിൽക്കരുത്, അലസതയോട് നിൽക്കരുത്. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ് നിലവിളിച്ചാട്ടെ. ആത്മാഭിഷേകം, ആത്മ നിറവ്, ആത്മ നിറവ്, ആത്മ നിറവ്. നിന്റെ ഉള്ളിലെ, നിന്റെ ഉള്ളിലെ, നിന്റെ ഉള്ളിലെ തലച്ചോറിലെ രോഗം യേശു തൊട്ട് മാറ്റുന്നടാ. തലച്ചോറിലെ രോഗം യേശു തൊട്ട് മാറ്റുന്നടാ. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. 3 വയസ്സ് കഴിഞ്ഞിട്ടും സംസാരശേഷിയില്ലാതെ ഊമ എന്ന് മുദ്ര കുത്തപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കർത്താവ് തൊട്ട് സംസാരിപ്പിക്കുന്നു. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില് വിടുതൽ കൽപ്പിക്കുന്നു. ബ്ലീഡിംഗ് നിന്ന് പോകുന്നു. യേശുവിൻ നാമത്തില് ക്യാൻസർ മാറുന്നു, കട്ടികൾ മാറുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിന് വിരോധമായി, കുടുംബത്തിന് വിരോധമായി ആഞ്ഞടിക്കുന്ന മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നടാ, 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 പൊട്ടുന്നടാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ എല്ലാരും, എല്ലാരും ആത്മ നിറവ് പ്രാപിക്കുക, ആത്മ നിറവ് പ്രാപിക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമല്ല, ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല, ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല, ഇപ്പോൾ. അഭിഷേക തീ എല്ലാരിലും, 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 എല്ലാരിലും. ആത്മബലത്താലെ കോട്ട
മലകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാണ്ടൻ പാറാറായി നാമും പോകാറായി. കാണ്ടൻ വാരാറായി നാമും പോകാറായി. കാണ്ടൻ വാരാറായി നാമും കൃപ 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 കൃപ. 2016 കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. ഒറിജിനൽ ദൈവത്തെ ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ അധിപന്മാർ, അവർക്ക് ദൈവത്തിന്റെ അരുളപ്പാട്. മന്ത്രവാദത്തിൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. മന്ത്രവാദത്താൽ നീക്കുവാൻ പറ്റാത്ത അനർത്ഥം ആഞ്ഞടിക്കും. നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. 2016 തന്നെ നീ അറിയാത്ത നാശം നിന്റെ മേൽ വരും. ഐസയ 47:11 പ്രകാരം ദുഷ്ടന്റെ ആധിപത്യം ദേശത്തിന്മേൽ വരുമ്പോൾ ജനം നെടുവീർപ്പിടുന്നു. ജനത്തിന്റെ നെടുവീർപ്പ് ദൈവസന്നിലെത്തുമ്പോൾ ചൊരിയപ്പെടുന്നത് ദൈവത്തിന്റെ ക്രോധമാണ്. അനീതി നിറഞ്ഞ ദുഷ്ഭരണം, ഒരു ജാൻ വയറിനു വേണ്ടി സുഖജീവിതത്തിന് വേണ്ടിയും നീതിയെ തിന്ന് ജീവിക്കുന്ന നീതിമാന്മാരുടെ ജീവിതം, സംഭവങ്ങൾ ദൈവാത്മാവ് വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന വർഷമാണ് 2016. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന